ഇറങ്ങടി. എത്ര ചേട്ടാ? 50. എന്നാ എടി, നിനക്ക് ഓർമ്മയുണ്ടല്ലോ, വാവിട്ടൊന്നും പറഞ്ഞേക്കരുത്. അതാ എനിക്കും പറയാനുള്ളത്. ഞാൻ സംസാരിച്ചോളാം. വാ. അല്ലുച്ചേട്ടനും അമ്മ ചേച്ചി ഇവിടെ ഉണ്ടോ അമ്മേ? മിണ്ടായിരിക്കും. എന്താ? വീട് ഒഴിയാൻ ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ ആ വീട് വിറ്റു. മോള് സ്കൂളിൽ പഠിക്കുന്നുണ്ട്. പരീക്ഷ കഴിയുന്നവരെ നിക്കാൻ പറ്റുമെന്ന് അറിയാനാ. അനന്തൻ പറഞ്ഞിട്ടല്ലേ വന്നത്? അനന്തനല്ലേ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്? ആന്ന്. അപ്പൊ അനന്തന്റെ കൂടെ അങ്ങ് പോകാത്ത എന്താ? അവര് നിക്കുന്നിടത്ത് കൂടെ പോയി അങ്ങ് നിന്നാ പോരെ? അനന്തം പോയി നിൽക്കുന്നത് സിനിമാ നടി കൂട്ടുകാരിയുടെ വീട്ടിലോ ഫ്ലാറ്റിലോ കണ്ടെന്നാ. ആഹാ, അപ്പൊ സൗകര്യമല്ലോ. ഇല്ല മാഡം, അങ്ങനെ പോയിന്നാ ശരിയാവില്ല. അങ്ങനെയൊന്നും പോവാനും പറ്റത്തില്ല. ഇപ്പൊ ജോലിയില്ല. ആ, എന്നാ പിന്നെ ഇവിടെ നിന്നോ. ഇവിടെ നല്ല ജോലിയുണ്ട്. എന്ത് ജോലിയാ മാഡം? ഓഫീസ് ജോലിയാണോ? ഞങ്ങളുടെ ഓഫീസൊക്കെ പൂട്ടിയത് അറിഞ്ഞില്ലേ? ഇപ്പൊ കേസും കാര്യങ്ങളും ഒക്കെയാ. ഇതൊന്നും അറിഞ്ഞില്ല അലക്സേ? ബേബി ഇതൊന്നും ഇവരോട് പറഞ്ഞു കൊടുത്തില്ലേ? പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവണ്ടേ മാഡം? അവറ്റങ്ങൾക്ക് വേറൊരു വഴിയില്ലാത്തോണ്ടാ മാഡം. വേറെ എങ്ങോട്ടും പോവാൻ പറ്റാത്തോണ്ടാ മാഡം ഇങ്ങോട്ട് വന്നത്. ആൻസി അനന്തനും കാരണമാ ഇവിടെ ജോലി പോയത്. ഉള്ള സ്വത്തും പോയി. ഇനിയിപ്പോ എന്തേലും പരിഹാരം ഉണ്ടാക്കേണ്ടത് അനന്തനാ. അനന്തം കൈയൊഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ സഹായിക്കുന്ന ബേബിച്ചാൻ പറഞ്ഞേ. ജോലി തരാം. വീട്ടുജോലി ചെയ്യുവോ? അടുക്കളപ്പണി വല്ലോ അറിയുവോ? അടുക്കളപ്പണിയോ? പിന്നെ നിനക്ക് എന്താടി വേണ്ടത്? എന്താടി? മജിസ്ട്രേറ്റ് ഉദ്യോഗവും സപ്രമഞ്ച കട്ടിലുവോ ആണോ? ആൻസി വർഗീസ് എന്ന് പറയുന്നവള് നിന്റെ ചോര തന്നെയല്ലേ? നിനക്ക് പറ്റിയ പണി ഞാൻ തരാടി. അത് ഇവിടുത്തെ കക്കൂസ് കഴുകല. എന്റെ അടുക്കളയിലെ പാത്രത്തിൽ തൊടാനുള്ള യോഗ്യത പോലും ഇല്ല അവൾക്ക്. സഹായം ചോദിച്ചു വന്നിരിക്കുന്നു ആൻസി വർഗീസിന്റെ സഹോദരി. നാണം ഉണ്ടോടി നിനക്ക്? ബേബിച്ചായ, നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ഞങ്ങൾ ഇങ്ങോട്ട് കയറി വന്നത്? ഇവരുടെ വായിരിക്കണ കേൾക്കാനാണോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്? എന്താ മാഡം ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? അവര് മാഡത്തിനടുത്ത് ഒരു സഹായം ചോദിച്ചു വന്നല്ലേ? സഹായമോ? ഇവറ്റകളൊന്നും പഠിക്കകത്ത് കയറ്റരുത് ബേബി. ഇവളും ഇവളുടെ കുടുംബക്കാരുമാണ് എല്ലാം നശിപ്പിച്ചത് ഇവിടുത്തെ. പറഞ്ഞു വിട് ബേബി ഇവരെ. ബേബി, നിങ്ങൾക്ക് വല്ല ഉപയോഗം ഉണ്ടെങ്കിലേ ഇവളെ അവിടെ കൊണ്ടുപോയി കൊടുക്ക്, ആ നൂർജഹാന്. അല്ലെങ്കിൽ ബേബിക്ക് അറിയാവുന്ന വേറെ പരിപാടികളുണ്ടല്ലോ, അത് ചെയ്യിക്ക്. എന്താ ബേബിച്ചായ ഇത്? ഞങ്ങൾ എന്തിനെങ്ങനെ? നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. അതൊരു പിശാച് തള്ളേ. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. ഞാൻ അപ്പോഴേ പറഞ്ഞ പിശാച് തള്ള എടുത്തോ. അലക്സ, നീ ഒന്ന് നിർത്തുന്നു. ഇവിടേക്കല്ലാണ്ട് പിന്നെ നമ്മൾ എങ്ങോട്ടാ പോണേ? തോണിക്കര തറവാട് വീട് ആൻസി കളിച്ച് താക്കോല് കൈക്കലാക്കി. ഇവിടെ അനന്തന്റെ കിടപ്പാടം ഈ പിശാച് തള്ള പൂട്ടി താക്കോല് കൈക്കലാക്കി. ഇനി നമ്മൾ തോണിക്കര പോയിട്ട് നാണം കണ്ണയിലും ഭേദം ഈ പെണ്ണും പിള്ളയുടെ മുന്നിൽ വന്നിട്ട് കാല് പിടിച്ച് കാര്യം പറയുന്നതാന്ന് ഈ അച്ചായന് തോന്നിപ്പോയി. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യും ആനി. ഇനിയെങ്കിലും അച്ചായൻ പറഞ്ഞു നീ ഒന്ന് കേക്ക്. നല്ലൊരു ഓഫർ നമുക്ക് കിട്ടിയില്ലേ ആ ആർട്ട് ഫിലിമിന്റെ? അതിന് നീ ഒന്ന് കൈ കൊടുക്ക്. ഇനി വേറൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ശരിയാനി, ഇതല്ലാതെ ഇനി വേറൊരു വഴിയില്ലല്ലോ. ചിലപ്പോഴേ ഇതുകൊണ്ടായിരിക്കും നമ്മൾ രക്ഷപ്പെടുന്നതെങ്കിലോ. അപ്പൊ കുഞ്ഞിന്റെ കാര്യം, സ്കൂളിൽ കുഞ്ഞിന്റെ കാര്യമൊക്കെ അച്ചായൻ ഏറ്റു. നമുക്കൊരു വീടോ ഫ്ലാറ്റോ എടുത്താ പോരെ. ബാക്കിയുള്ള കാര്യക്ക് അച്ചായന് വിട്ടേക്ക് നീ. ഇങ്ങോട്ട് വന്നേ, നിങ്ങള് വണ്ടി കയറ്. കൊച്ചിനെ പിടിച്ചേ. വലിയ വീടല്ലേ ഏട്ടാ? സിനിമാ നടിയുടെ വീടല്ലേ? വാ, ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. അയ്യോ, ഒന്നുമില്ലല്ലോ. വാ, അവിടെ നോക്കാം. ദേ ചായ ഇരിപ്പുണ്ട്. ആമയ്ക്ക് ഇത് തരാം. ചേട്ടന് പാലല്ലേ കുടിക്കേണ്ടത്? അല്ലേ ഹോർലിക്സ് എന്നല്ലേ ഡോക്ടർ പറഞ്ഞു? നമുക്ക് പരിചയമില്ലാത്തതല്ലേ. അയ്യോ, എന്താ മോനി കാണിക്കുന്നേ? മോനിങ്ങോട്ട് വന്നേ, വാ. ആമയ്ക്ക് കൊടുക്കാനാ. വന്നേ, ഞാൻ പറയട്ടെന്ന്. മക്കൾക്ക് എന്തുവാ വേണ്ടത്? ദേ മാഡത്തിനിട്ട ഗ്രീൻ ടീ ഇരിപ്പുണ്ട്, അത് തരാം. ഇങ്ങതാ.
ചേട്ടന് സുഖമില്ലാതിരിക്കുക. മെഡിസിൻ ഉണ്ട്. ഒരു ഗ്ലാസ് പാല് കുടിക്കണം. പാലോ? പാല് ചായക്ക് മാത്രമേ ഉള്ളൂ മക്കളെ. പാൽപ്പൊടി ഇരിപ്പുണ്ട്, അതിട്ട് തന്നാ മതിയോ? പാൽപ്പൊടി ഉപയോഗിക്കരുതെന്നാ ഡോക്ടർ പറഞ്ഞേ. കവർ പാല് തന്നെ വേണം. അതൊക്കെ വലിയ പാടാ മക്കളെ. മാഡത്തിന് ആവശ്യമുള്ളത് മാത്രമേ ഇവിടെ വാങ്ങാറുള്ളൂ. പിന്നെ എനിക്ക് ഹരിക്കുമൊക്കെ വല്ല ദോശയോ ഇഡലിയോ ഒക്കെയാ. നിങ്ങൾക്ക് അത് മതിയെങ്കിൽ അത് ഇന്ന് കഴിക്കാം. മക്കള് കഴിക്കൂ. അച്ഛൻ വരട്ടെ, അച്ഛനോട് പറയാമീ. ഓ എന്റെ പിള്ളാരെ, നിങ്ങളുടെ അച്ഛൻ പറഞ്ഞാലേ ഇവിടെ ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റൂ. സമയം തീരെയില്ല. ആന്റി ഇവിടുത്തെ സെർവന്റ് അല്ലേ? സെർവന്റോ? ഞാനിവിടുത്തെ ആയാ. ഷെറിനെ, ഓ ഇവിടെ ഉണ്ട് മാഡം. പിള്ളേർ ഓരോന്ന് ആവശ്യപ്പെടുക മാഡം. ആഹാ വാ. രണ്ടുപേരും രാവിലെ മിടുക്കരായല്ലോ. സ്കൂളിലൊക്കെ പോണ്ടേ? ഇന്ന് പോണായിരുന്നു. അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, തിങ്കളാഴ്ച തൊട്ട് പോവാന്ന് പറഞ്ഞു. ഷെറിനെ, ഓ. ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് ഓംലെറ്റും റെഡിയാക്കിയിട്ട് കുറച്ച് കോൺഫ്ലേക്സ്. ഓക്കെ. ഹരി കവറുപാല് കൊണ്ടുവരും. ആ. അതുകൂടി ചൂടാക്കി മധുരം ഇട്ട് വെക്കണം. മാഡത്തിനാണോ? ഈ കുട്ടികൾക്കാ. ഇവരുടെ അച്ഛൻ വിളിച്ചിരുന്നു. വാ, ആ റൂമിലേക്ക് പാൽ കൊണ്ടുവന്നാ മതി. ആ വാ. ശരി. നിർദ്ദേശം കിട്ടി, നമുക്ക് പണിയും കിട്ടി. പണ്ടൊക്കെ ശിക്ഷ പിന്നെ പിന്നെ എന്നായിരുന്നു. ഇപ്പൊ കർത്താവിന്റെ അരുളപ്പാട് അപ്പം തന്നെ. ഇരുന്നെഴുന്നേക്കുന്ന മുമ്പേ പണി കിട്ടും. എനിക്ക് അന്നേ അറിയാം മോളെ. മോളെ ചവിട്ടി പുറത്താക്കിയവരെ അവളും അവിടെ ഭർത്താവും കൂടി ചവിട്ടി ചാണകുഴി തള്ളുവന്ന്. ഒരുപാട് കാലം ഒന്നും കാത്തിരിക്കേണ്ടി വരത്തില്ലെന്ന് എനിക്കറിയാം മോളെ. ഇപ്പൊ കിടപ്പാടും ഇല്ലാണ്ടായി അവനും അവന്റെ മറ്റോമാർക്ക്. കൊച്ചപ്പ, എന്റെ കുഞ്ഞുങ്ങളെ അയാള് ആ നാണക്കെട്ട് സ്ത്രീയുടെ വീട്ടിലാക്കാന്ന് വെച്ച എന്താ? മോളെ, മോള് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഇതൊക്കെ ഒരു പ്ലാനിങ് ആണെന്ന്. രാജ്മോഹൻ സാറിന്റെ അടുത്തേ മോള് തന്നെയല്ലേ പറഞ്ഞത് ഈ വീഡിയോ ഉണ്ടാക്കാൻ മുന്നേ നിന്നത് ആ പിഴച്ച നൂർജഹാനാണെന്ന്. അപ്പൊ ഇത് പ്ലാനിങ് തന്നെയാ മോളെ. അതങ്ങനെ തന്നെ വന്നാലും കുഴപ്പമില്ല കൊച്ചപ്പ. എന്നാലേ എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ കിട്ടത്തുള്ളൂ. ആ സുഷുവാ. ആ സുഷു, എന്തായി? അലക്സും പെണ്ണുമ്പിള്ളെ കൂടെ വന്നോ? ഇല്ലേ? ആ എന്തായാലും വരുമടി. വരാതെ എങ്ങോട്ട് പോകാനാ? ചിലപ്പോ രാത്രിയിലെങ്ങാനും ആയിരിക്കും രണ്ടുപേരും കൂടെ വരുന്നത്. കിടന്നുറങ്ങിക്കളയരുത്, ഒരു ശ്രദ്ധ വേണം കേട്ടോ. ഏത് പാതിരാത്രി ആയാലും നീ അപ്പൊ തന്നെ എന്നെ വിളിച്ചേര്. ഇന്നലെ വൈകുന്നേരം കണ്ടല്ലേ അവരവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ അവരവിടെ നിന്ന് എങ്ങോട്ടാ പോയ കൊച്ചപ്പ? വരും. തോണിക്കരന്ന് പോയതല്ലേ, അങ്ങോട്ട് ചെന്ന് കയറാനേ മാനക്കേട് കാണും. ഇപ്പൊ അവക്ക് ജോലിയില്ലല്ലോ. വലിയ സൂപ്പർ സ്റ്റാർ ആകാൻ പോയതാ. അന്നേ പറഞ്ഞതാ ചേച്ചിയുടെ അനുഭവം ഉണ്ടാകുമെന്ന്. കിട്ടണം. എന്റെ കൊച്ചിനെ തള്ളി പറഞ്ഞവരെയൊന്നേ തോണിക്കര മണ്ണി കയറ്റാൻ പാടില്ല. അതാ വേണ്ടത്. പോട്ടു കൊച്ചപ്പ, തെറ്റ് മനസ്സിലാക്കി തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അതല്ലേ വലിയ കാര്യം. ആ ശരി, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ആ ഓക്കെ. ആ ശരി ശരി ഓക്കെ. മേഡം എഴുന്നേറ്റാ? എഴുന്നേറ്റു, വെയിറ്റ് ചെയ്യാ. ആണാ? ആ എപ്പോഴാ ഷൂട്ട്? പ്രൊഡക്ഷനിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നാ? ഇല്ല, വിളിച്ചില്ല. ദാ അവിടെ. ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ് ബേബി. വാ ഇരിക്ക. ഇങ്ങോട്ടിരിക്ക ബേബി. ആ ഇരിക്കണം. എന്തായി ബേബി കാര്യങ്ങളൊക്കെ? കാര്യങ്ങളെല്ലാം ഫാസ്റ്റ് ആയിട്ട് നടക്കണ്ട്. ചാച്ചാജിയുമായി സംസാരിച്ചോ? ഇനി കൺഫർമേഷൻ? മാഡത്തിന്റെ കോൾ അങ്ങോട്ട് ചെന്നപ്പോ തന്നെ ചാച്ചാജിയുടെ മാനേജർ എന്നെ ഇങ്ങോട്ട് വിളിച്ചു. ഞാൻ എല്ലാ കാര്യങ്ങളും ബ്രീഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്തു പറഞ്ഞു? പ്രൈമറി കാര്യങ്ങൾ മാഡം തന്നെ അങ്ങോട്ട് ചെയ്തോളാൻ. മാഡത്തിന്റെ ബാനറിൽ ചെയ്താൽ മതി എന്നാ ചാച്ചാജി പറഞ്ഞത്. അതൊക്കെ ഓക്കെ. എഗ്രിമെന്റ് വേണമല്ലോ, അല്ലെങ്കിൽ എന്ത് ഷുവർട്ടി ഉള്ളത്? ആ വെക്കാം, എഗ്രിമെന്റ് നമുക്ക് വെക്കാം. ബേബി, അനന്തന്റെ ഈ സിറ്റുവേഷൻസ് കണ്ടിട്ടാ ഞാൻ എന്തിനും തയ്യാറാവുന്നത്. അനന്തനോട് മാത്രമേ എനിക്ക് കമ്മിറ്റ്മെന്റ് ഉള്ളൂ. ബേബി അത് മനസ്സിലാക്കണം. അനന്തനൊരു മൂവി ഡയറക്ടറായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതെന്റെ ആഗ്രഹമാണ്. അതുകൊണ്ടാണ് പൈസ മുടക്കാൻ ഞാൻ തയ്യാറാവുന്നത്. മാഡം,
നിങ്ങളിപ്പോ ഒരുമിച്ച് നിൽക്കണം, അനന്തനും മേഡം. ചതിക്കപ്പെട്ടൊരു മനുഷ്യൻ അനന്തൻ. ആൻസി ഇപ്പൊ വലിയ സ്വാധീനമുള്ള ആളായിട്ട് മാറിയില്ലേ? അതിന്റെ കാരണക്കാരൻ ആ KGS പറഞ്ഞ ആളാ. അവന്റെ കയ്യിലെ മേഡം ഒരു മീഡിയ ഉണ്ട്, KGS ഈവനിങ്സ്. അത് വെച്ചുള്ള കളിയാ മുഴുവൻ. ആൾക്കാരെ ഭീഷണിപ്പെടുത്താ, മിരട്ടി കാര്യം നടത്താ. എന്തിന്? മുഖ്യമന്ത്രി ഉൾപ്പെടെ സകല മന്ത്രിമാർക്കും അവനെ പേടിയാ. ഇവിടെ മാത്രല്ലാട്ടാ, അങ്ങ് വടക്കും എല്ലാ സ്റ്റേറ്റിലും. അവളും അവന്റെ കൂടെ ചേർന്നോടെ അവളുടെ പേരിലുണ്ടായിരുന്ന വീഡിയോ അത് അവളുടേതല്ലാണ്ടാക്കി മാറ്റിയില്ലേ അവര്. അത് അവരുടെ മിടുക്ക്. സത്യം എന്താന്ന് അനന്തനും അറിയാം, എനിക്കും അറിയാം, ദാ ഇപ്പൊ മാഡത്തിനും അറിയാം. അതറിയാത്തവര് അവളെ അങ്ങോട്ട് പൊക്കിക്കൊണ്ട് നടക്കല്ലേ. മേഡം, നിങ്ങൾ ഒരുമിച്ചൊരു കൂട്ടായ്മ, അതോടെ അവൾ അങ്ങോട്ട് ഒതുങ്ങും. അത്രയേ ഉള്ളൂ. ഓ, അങ്ങനെ ഒരു കാര്യമുള്ളതുകൊണ്ടായിരിക്കും സൈബർ പോലീസ് ഫ്ലാറ്റിൽ എന്നെ കാണാൻ വന്നത്. സൈബർ പോലീസ് അവിടെ വന്നാ? അതെന്തിനാ മേഡം? എന്നിട്ട് മേഡത്തിനോട് എന്താ ചോദിച്ചേ? എന്റെ കോസ്റ്റ്യൂം കോർഡിനേറ്റർ ഇല്ലേ, മിസ്റ്റർ ക്രിസ്റ്റി? ആ, ക്രിസ്റ്റി. അന്ന് മേഡം പറഞ്ഞ ക്രിസ്റ്റി. ഈ ക്രിസ്റ്റിക്ക് ആൻസിയുടെ വീഡിയോയുമായിട്ട് എന്തോ കണക്ഷൻ ഉണ്ടെന്ന് ഇപ്പൊ എന്നെ കൂടെ സംശയിക്കുന്ന രീതിയിലാ അങ്ങേരുടെ ചോദ്യവും ഭാവവും ഒക്കെ. ആ അതെ മേഡം, അത് അവളും KGSും കൂടി പറഞ്ഞു വിട്ടതായിരിക്കും. ഈ അനന്തനും നൂർജഹാനും ഒന്നിച്ച് പ്രോജക്റ്റ് ചെയ്യണതേ അവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോഴേ പണി തരാനുള്ള എല്ലാ വഴിയും അവര് നോക്കും. അല്ലേ ക്രിസ്റ്റിയുടെ പേരും പറഞ്ഞ് മേഡത്തിനെ പോലീസ് കാണാൻ വരുമോ? മേഡം, നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം. അതാ ഇപ്പൊ വേണ്ടത്. ആൻസി വർഗീസിന്റെ ഒരു കൊട്ടേഷനേ, മേഡം അവളെ ഒരു പാഠം പഠിപ്പിക്കണം. അല്ലാണ്ട് അവൾ ഒതുങ്ങത്തില്ല. ഹരി, ആ മേഡം. ആ ടേബിളിന്റെ പുറത്ത് ഒരു കവർ ഇരിപ്പുണ്ട്, അതിങ്ങ് എടുത്തോണ്ട് വാ. ശരി. ബേബി, നമ്മുടെ ഷൂട്ടിന്റെ ഡേറ്റ് മാറാതെ നോക്കണം. സ്വന്തം പ്രൊഡക്ഷൻ ആണെങ്കിലും നമ്മൾ വേറെ കൊടുത്തിരിക്കുന്ന ഡേറ്റ്സ് മാറാതെ നോക്കണമല്ലോ. അതൊക്കെ ഞാൻ ഏറ്റു മേഡം. ഈ അനന്തൻ ഡയറക്ടർ ആയി കഴിഞ്ഞാ പിന്നെ ഇൻ ഹൗസ് പ്രൊഡക്ഷൻ മാത്രം ചെയ്താൽ മതിയല്ലോ. വേറെ മേഡം അഭിനയിക്കേ വേണ്ട. ഇതാ മേഡം. ആ ദാ ബേബി, ഇതൊന്നരയുണ്ട്. മേഡം 1.5. മേഡം 6 അവർക്ക് സെറ്റിൽ ചെയ്യാനുള്ളത് മേഡം. അതെങ്ങനെയാ ബേബി? ആദ്യം നിങ്ങൾ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യ. ഇപ്പൊ ഈ പേയ്മെന്റ് കൊടുക്ക. അത് കഴിഞ്ഞ് 4 ഇൻസ്റ്റാൾമെന്റ്, 1 മന്ത് ഗ്യാപ്പ്. മേഡം, നമുക്ക് പകുതി അങ്ങോട്ട് കൊടുക്കാൻ പറ്റിയ അവരുടെ പ്രശ്നങ്ങളൊക്കെ മേഡത്തിന് അറിയാലോ. പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാ സംസാരിക്കുന്നത്. ഒന്നാമത് അവരുടെ പേരില് കേസിന്റെ കാര്യങ്ങളൊക്കെ നടക്കുമല്ലേ. ബാങ്ക് അക്കൗണ്ട്സ് ഒക്കെ ബ്ലോക്ക് ചെയ്തു എന്നല്ലേ വാർത്ത കണ്ടത്. അപ്പൊ അവർക്ക് പൈസയ്ക്ക് ആവശ്യം കാണും. നമ്മൾ അതിന് നിന്നു കൊടുക്കേണ്ട ആവശ്യമില്ല ബേബി. ഞാൻ അതുകൊണ്ട് ആ ബേബിയുടെ അടുത്ത് ആദ്യമേ പറഞ്ഞത് എനിക്ക് അനന്തനോട് മാത്രമേ ഉള്ളൂ കമ്മിറ്റ്മെന്റ് എന്ന്. ഇത് വെച്ച് ബേബി അഡ്ജസ്റ്റ് ചെയ്യ. ഓക്കെ ഹരി? മേഡം, ഇതിന്റെ വൗച്ചർ ബേബിയെ കൊണ്ട് സൈൻ ചെയ്ത് വാങ്ങിച്ചേക്ക്. ഓക്കെ ശരൺ? എന്തത്? അല്ലേ ഓണടിച്ചേ. ഭയങ്കര വീടാണല്ലോ. സിനിമ നടിയില്ലേ, പൈസ പല വഴിക്കല്ലേ വരുന്നത്. ഹരിയേട്ടാ, ആ ആരോ വന്നു. ആരാ അതറിയില്ല, ഒരു പ്രായം ചെന്ന ആളാ. മോളെ ഇത് പൂട്ടേക്കോന്നല്ല മോളെ. അതെ, ഈ ഗേറ്റം തുറന്നേ. ആരാന്ന് ചോദിക്കേ. ആരാ? എടാ, ഇവിടെ ആരും ഇല്ലയോ? എന്താ? നൂറുകാരുണ്ടോ അവിടെ? നിങ്ങളാരാ? അവിടെ കൊച്ചാപ്പൻ. വാ തുറക്കട കടാപ്പേ. ഗേറ്റ് പൂട്ടിരിക്കുക, തുറക്കാൻ മാഡത്തിന്റെ പെർമിഷൻ വേണം. ആരുടെ പെർമിഷൻ വേണ്ട, കൊച്ചാപ്പന്റെ പെർമിഷൻ മതി. കഥ തുറക്കടാ. അല്ല പിന്നെ എടാ ഇങ്ങോട്ട് വേടാ. നീ എവിടെ പോവാ? എടാ ഇങ്ങോട്ട് വരാൻ. എടാ മനുഷ്യ ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ. ഇങ്ങോട്ട് വരാ. എടാ ഇങ്ങോട്ട് വരാൻ. എടാ കൊച്ചാപ്പൻ വന്നെന്ന് പറഞ്ഞാ മതി. ആ എന്താ ഗേറ്റിന്റെ അവിടെ ഒരു ബഹളം? അതാ കൊച്ചാപ്പനാ. കൊച്ചാപ്പനോ? ആരുടെ?
ആൻസി വർഗീസിന്റെ കൊച്ചാപ്പൻ. അവളും കാണും. ഗേറ്റ് തുറക്കണ്ട. ഞാനേ മേഡത്തിനോടൊന്ന് പറഞ്ഞിട്ട് വരാം. എടാ തുറക്കാ. ഞാൻ പറഞ്ഞിട്ട് മേഡത്തിനോട് പറഞ്ഞിട്ട് ഗേറ്റ് തുറന്നാ മതിയേ. എടാ ഗേറ്റ് തുറക്കാൻ. മോളെ ആ ബേബി അവിടെ നിപ്പുണ്ട് കേട്ടോ. ആ ആൻസി വർഗീസും അവരുടെ ബന്ധുക്കാരനും വന്ന് ഗേറ്റിന്റെ അവിടെ കിടന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കുക. മേഡത്തിനെ കാണാനായിരിക്കും. ഗേറ്റ് വിടണോ മേഡം? വരട്ടെ. അവർക്കെന്താ പറയാനുള്ളതെന്ന് കേൾക്കണമല്ലോ. ഹരി പൊക്കോ. ശരി. ഇതെന്താ സർക്കസോ മാജിക് വല്ലതും ആണോ ഇത്? എളുപ്പം തുറക്ക. വാ കേറി വാ വണ്ടി വിട്. കേറിക്കോ. എന്താ മേഡം, എന്താ ആവശ്യം? എനിക്ക് എന്റെ മക്കളെ കാണണം. അവരിവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. എനിക്ക് അവരെ കാണണം. അനന്ത സാർ വന്നാലേ കുട്ടികളെ കാണാനുള്ള അനുവാദം കിട്ടും. എനിക്ക് ഒരാളുടെ അനുവാദത്തിന്റെ ആവശ്യമില്ല. കൊച്ചപ്പ ആ, കേറിക്കോ. പിള്ളേരെവിടെയാ? മക്കളെ, അല്ലു. അതെ, അകത്തേക്ക് പോകാൻ പറ്റില്ല. ഇവിടെ നിൽക്ക്. നീ എന്നെ തടയുന്നോ? ആ സിനിമയെ താങ്ങിയാ മതി. അങ്ങോട്ട് മാറാ. ആമി, മക്കളെ. അതെ, എന്തു വേണം? എനിക്കൊന്നും വേണ്ട. എനിക്കെന്റെ കുഞ്ഞുങ്ങളെ കാണണം. അവരെ കൊണ്ടുപോകുന്നോ? മിസ്റ്റർ അനന്തനാണ് കുട്ടികളെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. അവര് ഇപ്പൊ ഇവിടെ ഇല്ല. അനുവാദമില്ലാതെ അവരെ കൊണ്ടുപോകാനും പറ്റില്ല. കൊച്ചുങ്ങൾ എവിടാന്ന് വെച്ചാ പറഞ്ഞാ മതി. നിങ്ങളുടെ അനുവാദം ഞങ്ങൾക്ക് ആർക്കും വേണ്ട. നിങ്ങളാരാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ സ്ത്രീയെ എനിക്കറിയാം. ആരായാലും ഇത് നൂർജഹാന്റെ വീടാണ്. എന്റെ വീട്ടിൽ എന്റെ അനുവാദമില്ലാതെ ആരെ അനുവദിക്കില്ല. അതുകൊണ്ട് രണ്ടുപേരും വീടിന് പുറത്തു പോണം. അല്ലെങ്കിൽ എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. റിപ്പോർട്ട് ചെയ്യാനോ? എവിടെ? പോലീസിലോ? അതോ നിങ്ങളുടെ സിനിമാക്കാരുടെ സംഘടനയിലോ? ചെയ്തു. കൊച്ചപ്പ, ചെന്ന് പിള്ളേരെ വിളിച്ചോണ്ടോ. മോനെ, മക്കളെ. അല്ലു. എടാ മോനെ. ആമി. മക്കളെ. ഹരി. എടാ കൊച്ചാപ്പനാടാ. ആ മേഡം. നിങ്ങൾ എവിടാ മോനെ? മോനെ അവിടെ നിൽക്കാൻ. താൻ എന്താ ഈ ചെയ്യുന്നത്? മോനെ ഇറങ്ങോട്ട്. വീട്ടിൽ ഇറങ്ങാനല്ലേ പറഞ്ഞേ? വേണ്ട വേണ്ട, വഴക്ക് വേണ്ടെന്ന്. മക്കളെ ഒന്ന് നിർത്ത്. വേണ്ട, പതുക്കെ. വഴക്ക് വേണ്ട, സമാധാനത്തില്. അതെ, ഒന്ന് നിർത്തിക്കേ. ആനന്ദൻ വരട്ടെ. ആനന്ദൻ അനുവദിക്കുകയാണെങ്കിൽ മാത്രം കൊണ്ടുപോയിക്കോ. ഹരി, പുറത്ത് ഷെഡിന്റെ അവിടെ കസേരയിട്ട് കൊടുക്ക. അവിടെ പോയി ഇരിക്കട്ടെ അവര്. നിങ്ങൾ എന്തോ കാണിക്കുന്നത്? നിങ്ങൾ കണ്ണതിന് ആവശ്യമുണ്ടെങ്കിൽ എടുത്തോ. എനിക്ക് വേണ്ട അയാളെ. ഞാൻ ഒന്നേ കളഞ്ഞതാ. എനിക്കൊരു 2 മക്കളെ മാത്രം മതി. അവരെ കൊണ്ടുപോകാൻ വന്നത്. ഞാൻ പ്രസവിച്ച 2 പിള്ളേരെ നിങ്ങൾ ഈ വീട്ടില് രഹസ്യമായിട്ട് കൊണ്ടിട്ടുണ്ടെങ്കിൽ അതിനെതിരെ എങ്ങനെയാ മൂവ് ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവേ. എന്റെ ഒരു ഒറ്റ ഫോൺ കോൾ മതി. നിങ്ങളുടെ ഈ സിനിമയും കലാപരിപാടികളൊക്കെ അങ്ങ് തീരുവേ. ഞാൻ പ്രസവിച്ച് പ്രായപൂർത്തിയാവാത്ത 2 പിള്ളേരെ നിങ്ങൾ വീട്ടിൽ തടകളിൽ പൂട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ അഴി എണ്ണിക്കും. അതിനുള്ള വകുപ്പ് എനിക്കറിയാം. അവൾക്കേ എല്ലാ വകുപ്പുകളും പഠിപ്പിച്ചു വിട്ടേക്ക. ആ KGS ആണോ എന്നെ പഠിപ്പിച്ചു തന്നെ വിട്ടിരിക്കുന്നത്? മക്കളെ ഇറക്കി വിടറോ? നിങ്ങളോടാ പറഞ്ഞേ തുറന്നു വിടാനായിട്ട്. നൂറെ പറഞ്ഞു വിടാ പിള്ളേരെ. ഇവളെ എന്റെ മുന്നിലും ആനന്ദന്റെ മുന്നിലും 100 തവണ ആണായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവള് പ്രസവിച്ച കൊച്ചങ്ങളുടെ തന്ത അനന്തനല്ലാന്ന്. അല്ലെങ്കിൽ ഇവള് പറയട്ടെ. എന്തിനാ നൂറെ? പറഞ്ഞു വിട്. ആനന്ദന്റെ ഈ ബാധ്യതകളെ നൂറിന് ആവശ്യമില്ല, ആനന്ദനും ആവശ്യമില്ല. വിട്ടേക്ക്. ഇങ്ങോട്ട് മാറിക്കടോ. ഓൺലൈനത്തെ സ്വഭാവം ഇവിടെ എടുക്കരുതിട്ടാ. എത്ര നേരം കൊണ്ട് പറയാ മക്കളെ? പേടിക്കണ്ട കേട്ടോ. അമ്മ വന്നില്ലേ? നിങ്ങൾ എപ്പോഴും ഇവിടെ വന്നത്? കുറച്ചു ദിവസമായി. വിളിച്ചിട്ട് ആരും തുറന്നില്ലേ? ഇല്ല, ആരും തുറന്നില്ല. സാരമില്ല, അമ്മ വന്നില്ലേ?
കൊച്ചപ്പ ഇവിടെ ബാഗൊക്കെ എടുത്തിട്ട് വാ ആ, ചെല്ലു. ഇപ്പൊ എടുത്തോണ്ട് ആ ബാഗൊക്കെ ഇങ്ങനെ എടുത്തേ. അമ്മ വന്നില്ലേ, നമുക്ക് വീട്ടിൽ പോ കേട്ടോ. വീട്ടിൽ പോ, ഇവിടെ നിക്കണ്ട നീ. കൊച്ചപ്പ അനന്ത, ആ ആൻസി വന്നിട്ടുണ്ട്. അതെ, അവള് വന്നത് ആ പിള്ളേരെ കൊണ്ടുപോവാനാ. പിള്ളേരെ കൊണ്ടുപോകാനോ? കൊണ്ടോണേ കൊണ്ടോക്കട്ടെ. അതെങ്ങനെ ശരിയാവുന്നേ? എടേ, എന്റെ അനുവാദം ഇല്ലാതെ പിള്ളേരെ നീ എങ്ങനെ കൊണ്ടുപോകും? കോടതിയുടെ അനുവാദം ഉണ്ടോ? ഉണ്ടോ പറ. കോടതിയുടെ അനുവാദം കിട്ടിയത് നിങ്ങൾക്കല്ലേ? സ്വന്തം മക്കളെ പിഴച്ച സ്ത്രീയുടെ ഒപ്പം വിടാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവരെ കിട്ടി. പക്ഷേ അന്ന് കോടതി ഒരു നിർദ്ദേശം കൂടെ വെച്ചായിരുന്നല്ലോ, ഈ കുഞ്ഞുങ്ങളുടെ വെൽഫെയറും അവരുടെ സംരക്ഷണവും. അല്ല, ഇപ്പൊ ഏത് സ്കൂളിലാ ഈ പിള്ളേർ ഏത് സ്കൂളിലാ പഠിക്കുന്നത് നിങ്ങൾക്കറിയോ? ഈ എന്റെ കുട്ടികൾ ഏത് സ്കൂളിലാന്ന് ഇവർക്കും അറിയാം, എനിക്കും അറിയാം. നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. വേണ്ട, എന്നെ നിങ്ങൾ ബോധ്യപ്പെടുത്തണ്ട. പക്ഷെ എനിക്ക് കോടതി ബോധ്യപ്പെടുത്താലോ. നിങ്ങൾ കാരണം ഇവരുടെ എഡ്യൂക്കേഷൻ പ്രോപ്പർ അല്ലാണ്ടായി. എക്സാമിനേഷൻ മുടങ്ങി. പറ മക്കളെ, മുടങ്ങി വന്നേ. മോളെ എത്ര ദിവസമായി സ്കൂളിൽ പോയിട്ട്? ഒരാഴ്ച. ആ, അവരെവിടെയാ താമസിക്കുന്നതെന്ന് കുഞ്ഞുങ്ങൾക്കും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല, ഇവരുടെ സ്കൂളുകാർക്കും അറിയത്തില്ല. കുഞ്ഞുങ്ങളുടെ തന്തേന്ന് പറഞ്ഞ ഒരാള് ഈ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ലല്ലോ അയാൾ എവിടെയെന്ന്. ഇപ്പൊ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നു, വേറെ ഏതോ അന്യസ്ത്രീയുടെ കൂട്ടത്തില്, അവരുടെ സംരക്ഷണത്തില്. അപ്പൊ ഈ നൂർജഹാൻ എന്ന് പറഞ്ഞ സിനിമാ നടന്റെ മുമ്പില് എന്റെ കുഞ്ഞുങ്ങളുടെ സംരക്ഷണ ചുമതല നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീ നിങ്ങൾക്കാരാണെന്നും എന്റെ മക്കൾക്കാരായിട്ട് വരുമെന്നും നിങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തണം. അന്ന് കോടതി പറഞ്ഞത് പഴിച്ച സ്ത്രീയുടെ മക്കളാന്നല്ലേ. ഇന്ന് അതേ കോടതിക്ക് മനസ്സിലായി ഈ പിള്ളേരുടെ അമ്മ പഴിച്ചതല്ലെന്ന്, പഴിച്ചത് ആർക്കാന്ന്. വാ കൊച്ചപ്പാ, കുഞ്ഞുങ്ങളെ വിളിച്ചോണ്ട് വാ.